ഇപ്പോൾ നമ്മൾ ആ കുട്ടികളുടെ അഭിപ്രായമാണ് ജെൻഡർ ബജറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അലോക്കേഷൻ കേന്ദ്ര ബജറ്റിന് കുറവായിരുന്നു. സംസ്ഥാനം ഉള്ള പരിമിതി വെച്ച് ആ രീതിയിലേക്ക് പ്രാധാന്യം കൊടുത്തു എന്ന് പറയുന്നത് ഒരു യുവതലമുറയാണ്. അല്ല, ഇപ്പോൾ ഇവര് ഈ ഒന്ന് രണ്ട് പേര് പറഞ്ഞ ഒരു കാര്യത്തിൽ അവരിപ്പോ ഈ ഒരു ഇന്നത്തെ ബഡ്ജറ്റിന്റെ ഒരു കണക്കനുസരിച്ചിട്ടായിരിക്കും. കാരണം ആരോഗ്യ മേഖലയിൽ ഇത്ര കോടി, ഇല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇത്ര കോടി, ഡിജിറ്റൽ സർവകലാശാല ഇത്ര കോടിയൊക്കെ വിഹിതം മാറ്റിവെക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇംപ്ലിമെന്റ് ആകുമെന്ന് നിങ്ങൾ കരുതണ്ട. കാരണം 2016 ഇവർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞിരിക്കുന്ന, അതായത് യുവാക്കളായതുകൊണ്ട് ഞാൻ പറയുന്നത്, ഹാർഡ്വെയർ നിർമ്മാണ ഹബ്ബായിട്ട് കേരളം മാറും, ഏകദേശം 12 ഹബ്ബുകൾ കേരളത്തിലൂടെ എല്ലായിടത്തും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ പദ്ധതികൾ അന്ന് ഉണ്ടായതാണ്. സയൻസ് ഹബ്ബുകൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം പദ്ധതികൾ പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതൊന്നും തന്നെ ഈ ഒരു 8 വർഷക്കാലം ഇവർ പറയുന്ന രീതിയിൽ തന്നെ 2016 അധികാരത്തിൽ വന്നപ്പോൾ LDF സർക്കാർ ഉണ്ടായിരുന്ന എങ്ങനെയാണോ അതിൽ നിന്നും ഏറ്റവും താഴെത്തട്ടിലേക്ക് മാറി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇവരുടെ അവകാശവാദം. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇവർ പ്രഖ്യാപിക്കാൻ മാത്രമാണ്. കാരണം ഇവർക്ക് അതിനുള്ള ധനസമാഹരണം എങ്ങനെയാണ്, ഇല്ലെങ്കിൽ ഇതിന് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കേരളം എന്ന് പറയുന്നത് പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ടൂറിസം ഡെവലപ്മെന്റിന്റെ ഏറ്റവും മുൻനിരയിൽ നിൽക്കാൻ സാധ്യതയുള്ള ഇപ്പൊ ഈ പറയുന്ന ഇപ്പോ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളുണ്ട്. ഇവർക്കെല്ലാം തന്നെ ഈ തൊഴിലെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമായിരുന്നു. എങ്ങനെ നമ്മൾ ആ ടൂറിസം മേഖലയിൽ 1ാം സ്ഥാനത്ത്, ഇല്ലെങ്കിൽ ആ രീതിയിൽ നല്ല രീതിയിലുള്ള കഴിവുകൾ, ഇല്ലെങ്കിൽ നമ്മുടെ അതിന്റെ ഡെവലപ്മെന്റ് നല്ലതായിട്ട് മുന്നോട്ട് പോരുന്നെങ്കിൽ. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇപ്പോഴും കടമെടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന നിലവാരത്തിലേക്ക് അത് മാത്രം മുന്നിൽ കണ്ടുപോകുന്ന ഒരു സർക്കാർ ആയതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ വെറും പേപ്പറിലുള്ളതാണെന്ന് മാത്രം വിചാരിക്കുക. കാരണം 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ UDF സർക്കാർ അതായത് കടം എടുത്ത് മുടിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ധവളപത്രം അവർ പുറപ്പെടുവിച്ചു. പക്ഷെ അന്ന് അവർ പറഞ്ഞത് കോൺഗ്രസ് ഭരിച്ച് മുടിച്ചിരിക്കുന്ന ഒരു കേരളമാണ്, പക്ഷെ ഞങ്ങൾ ഇതിനെ ഈ ഒരു 2016 ശേഷം ഞങ്ങൾ കേരളത്തിൽ ഏത് രീതിയിൽ പുരോഗതിയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബഡ്ജറ്റിൽ ഞങ്ങൾ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണെന്ന് അവർ പറയുന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു ബഡ്ജറ്റിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ചെലവ് ഞങ്ങൾ കുറയ്ക്കും എന്നൊരു വാചകം ഒരു ബഡ്ജറ്റിൽ പോലും ഇല്ലായിരുന്നു. എല്ലാത്തിനും ദൂരത്ത്. ഇപ്പൊ നേരത്തെ അപർണ പറഞ്ഞു ഗ്രീൻ സിഗ്നൽ ആണ് നവകേരള സദസ്സിനും കേരളത്തിനും എന്ന് പറയുന്നത്. അത് ഏത് രീതിയിലാണ്? കാരണം ജനങ്ങൾ എന്തായാലും അത് വിശ്വസിക്കില്ല. കാരണം നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു ലോൺ 4 ലക്ഷം രൂപ ലോൺ എടുത്തത് പരാതി നവകേരള സദസ്സിന് കൊടുത്തപ്പോൾ വെറും 500 രൂപയാണ്. അദ്ദേഹത്തിന്റെ യാത്രാകൂലി പോലും അതിൽ കുറച്ച് കിട്ടിയില്ല. വെറും 500 രൂപയാണ് കുറച്ച് കിട്ടിയത്. ഇതാണ് കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾ മുഖ്യമന്ത്രി അടങ്ങുന്ന മന്ത്രിസഭയുള്ള ആ നവകേരള സദസ്സിൽ ഒരു പരാതി കൊടുത്തപ്പോൾ കിട്ടിയ പ്രതിഫലം. അല്ല, ഞാൻ പറയട്ടെ, അത് പൂർത്തിയാകട്ടെ. ഇതേ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ പ്രഖ്യാപനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കും. ഇതൊന്നും നടപ്പിലാക്കാനോ ഇല്ലെങ്കിൽ ഇത് പൂർത്തീകരിക്കാനോ ഉള്ള സാമ്പത്തികം കേരളത്തിനില്ല. കാരണം ഇന്നത്തെ ബഡ്ജറ്റിൽ പ്രത്യേകമായിട്ട് ഇപ്പോൾ ആരോഗ്യ മേഖലയിലാകട്ടെ, ഇല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മേഖലയിലാവട്ടെ, കൃത്യമായി ഇന്നത്തെ ബഡ്ജറ്റിൽ ഒരു കാര്യം വ്യക്തമായി പറയാതെ പറയുന്നുണ്ട്. എന്താണ്? LDF സർക്കാരിന്റെ ഇതുവരെയുള്ള നയം അവർ മാറ്റി. കാരണം സ്വകാര്യ മേഖലയിലേക്ക് അവർ കടക്കുന്നു എന്നുള്ള ഒരു രീതി. അതിന് ഞങ്ങളൊന്നും ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷെ അവർ പറയണം, ഞങ്ങളുടെ നയം മാറ്റി, ഞങ്ങൾ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ് എന്ന് LDF സർക്കാർ ജനങ്ങളോട് ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പറയണം. ഇന്നത്തെ ബഡ്ജറ്റിൽ